ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്നത് ഡ്രാഗൺ ബോൾ ഹക്കായുടെ പാർട്ട് 9 ആണ്. അപ്പോൾ ഒട്ടും തന്നെ സമയം കളയാതെ നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് പോകാം. കഴിഞ്ഞ പാർട്ടിൽ ഗോക്കു ആ ഒരു സെലസ്റ്റിയൽ മേജിലുള്ള ആ ഒരു ലീഡറിനെ കാണുകയും അവന്റെ ഫേസ് റിവീൽ ചെയ്യുന്ന പോലുള്ള പല കാര്യങ്ങളും നമ്മൾ പറഞ്ഞതാണ്. അങ്ങനെ ആ ഒരു സെലസ്റ്റിയൽ മേജിന്റെ ലീഡറായിട്ടുള്ള ഒഡിസു പറയും, നീ എന്നെ നല്ലതുപോലെ നോക്കിക്കോ, കാരണം നീ മരിക്കാൻ പോകുന്നതിന് മുമ്പ് അവസാനമായിട്ട് കാണുന്ന ഒരാൾ ഞാനായിരിക്കും. ഇത് കേട്ട് നമ്മുടെ ഗോക്കു കിബൂറുവും അതുപോലെ ലിയയോടും നിങ്ങൾ ഇവിടെ നിന്നും പോയിക്കോ, ഇത് ഞാൻ നോക്കിക്കോളാം എന്ന് പറയുന്നു. നമ്മുടെ സുപ്രീം ഗായുടെ പേരാണ് ലിയൈ. അങ്ങനെ ഗോക്കു ഇത് പറയുന്നത് കേട്ട് കിബൂറു പറയും, ഞാൻ പറയാനുള്ളത് പറഞ്ഞു, അവനെ ഡിഫീറ്റ് ചെയ്യാൻ നമുക്ക് കഴിയില്ല. അതുപോലെ തന്നെ നിങ്ങളൊരു ഗോഡ് ഓഫ് ഡിസ്ട്രക്ഷൻ ആയതുകൊണ്ട് ഞാൻ നിങ്ങളെ എതിർത്ത് നിൽക്കാനും വരുന്നില്ല. എന്നാൽ സുപ്രീം ഗായ് പറയുന്നത്, ഞാനും ഒരു ഗോഡാണ്, ഈ ഒരു യൂണിവേഴ്സിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരാൾ. ഗോഡ് ഓഫ് ഡിസ്ട്രക്ഷൻ ആയിട്ടുള്ള ഗോകുവിനെ ഇങ്ങനെ ഒറ്റയ്ക്കാക്കി പോകാൻ എനിക്കും കഴിയില്ല എന്ന് നമ്മുടെ സുപ്രീം ഗായും പറയുന്നു. അപ്പോഴാണ് ഒട്ടും തന്നെ പ്രതീക്ഷിക്കാതെ നമ്മുടെ ഒഡിസു നമ്മുടെ കിബുറയെ നോക്കി ടാർഗറ്റ് ചെയ്ത് പെട്ടെന്നൊരു സംഭവം ഉണ്ടാക്കും. അതായത് നമ്മുടെ ഒഡിസുവിന്റെ കണ്ണിൽ നിന്നും തീയൊക്കെ വരാൻ തുടങ്ങുന്നു. അപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കിബുറോ ആണെങ്കിൽ പതിയെ വാനിഷ് ആകാൻ തുടങ്ങും. അതായത് നമ്മുടെ ബിയർസ് ഹക്കായി ഒക്കെ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലേ, അതുപോലെ തന്നെ. അങ്ങനെ കിബോറോ പതിയെ മരിക്കുന്നത് കണ്ട് നമ്മുടെ സുപ്രീം ഗായ് നീ മരിക്കരുത് എന്നൊക്കെ പറഞ്ഞ് കരയാൻ തുടങ്ങുന്നു. അപ്പോഴേക്കും ഗോക്കു ദേഷ്യത്തിൽ അവനോട് ചോദിക്കാൻ തുടങ്ങും, നീ എന്തിനാണ് അവനെ കൊന്നത്, നിന്റെ ഓപ്പണന്റ് ഞാനല്ലേ എന്ന് ചോദിക്കുന്നു. അപ്പോഴേക്കും ഒഡിസു പറയും, നീ എന്ത് തമാശയാണ് അവനെ പറയുന്നത്, നിങ്ങൾ 3 പേരും എന്റെ ശത്രുക്കളാണ്. അങ്ങനെ ഇവർ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആ ഒരു കിബോറോ മരിച്ച ദേഷ്യത്തിൽ നമ്മുടെ സുപ്രീം ഗായ് ആണെങ്കിൽ ഒഡിസുവിനെ അടിക്കാൻ വേണ്ടി പോകും. അപ്പോഴേക്കും നമ്മുടെ ഒഡിസു ടെലിക്കൻസിസ് പോലുള്ള പവേഴ്സ് വെച്ച് സുപ്രീം ഗായ് അവിടെ എത്തുമ്പോഴേക്കും അവിടെ നോക്ക്ഡൌൺ ആയി വീഴുന്നു. വായിൽ നിന്നും ബ്ലഡ് ഒക്കെ വരുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ഗോക്കു സുപ്രീം ഗായിയെ എടുത്ത് തന്റെ ഹക്കായി പവേഴ്സ് വെച്ച് അവിടെ ഉണ്ടായ ആ ഒരു വോൾക്കാനെ പൊട്ടിച്ച് പുറത്തു വന്ന് സുപ്രീം ഗായിയെ മറ്റൊരു സ്ഥലത്തേക്ക് സേഫ് ആക്കി വെക്കുന്നു. അങ്ങനെ നമ്മുടെ ഗോക്കു പറയാൻ തുടങ്ങും, തൽക്കാലം നിങ്ങൾ ഇവിടെ സേഫ് ആയിരിക്കെ, നീ മരിച്ചു കഴിഞ്ഞാൽ ഞാനും ഇല്ലാതാകും. അതായത് നമുക്കറിയാം, അതായത് സുപ്രീം ഗായും ഗോഡ് ഓഫ് ഡിസ്ട്രക്ഷനും തമ്മിൽ ഒരു ലിങ്ക് ഉണ്ടാകും. നമ്മുടെ സുപ്രീം ഗായ് മരിച്ചു കഴിഞ്ഞാൽ ഗോഡ് ഓഫ് ഡിസ്ട്രക്ഷനും മരിക്കും, ഗോഡ് ഓഫ് ഡിസ്ട്രക്ഷൻ മരിച്ചു കഴിഞ്ഞാൽ സുപ്രീം ഗായും മരിക്കും. അങ്ങനെ ഒരു ബോണ്ട് അവർക്കിടയിലുണ്ട്. അപ്പോഴാണ് നമ്മുടെ സുപ്രീം ഗായ് പറയുന്നത്, ഞാൻ കാരണമാണ് കിബോറു മരിച്ചത്, ഞാനത് തടയണമായിരുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയും. അപ്പോഴേക്കും ഗോക്കു പറയും, നമ്മുടെ കിബോറു കൊന്നതിന് ഞാൻ എന്തായാലും അവന് പകരം വീട്ടും, പക്ഷെ എന്തായാലും എനിക്ക് ഒറ്റയ്ക്ക് മാത്രമേ അവന്റെ കൂടെ ഫൈറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ, അതുകൊണ്ട് നീ തൽക്കാലം നീ ഇവിടെ ഇരിക്കുക എന്ന് നമ്മുടെ ഗോക്കു സുപ്രീം ഗായിയോട് പറയുന്നു. അങ്ങനെ നമ്മുടെ സുപ്രീം ഗായ് പിന്നെയും കരഞ്ഞുകൊണ്ട് പറയാൻ തുടങ്ങും, ഞാനൊരു ഗോഡായിട്ടും എനിക്ക് ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കുന്നില്ല. അപ്പോൾ തന്നെ ഗോക്കുവിനോട് പറയും, എനിക്ക് എന്ത് ഹെൽപ്പ് വന്നാലും നീ എന്നോട് പറഞ്ഞാൽ മതി, ഞാൻ അവിടെ ഓടിയെത്തു എന്നും പറയുന്നു. അങ്ങനെ നമ്മുടെ ഗോക്കും ഒഡിസുവും പിന്നെയും കണ്ടുമുട്ടുന്നു. അപ്പോഴേക്കും നമ്മുടെ ഗോകു ഒഡിസുവിനോട് ചോദിക്കുന്നുണ്ട്, ഗോഡ് ഓഫ് ഡിസ്ട്രക്ഷനും സുപ്രീം ഗായും തമ്മിലുള്ള ലിങ്ക് നിനക്ക് അറിയുന്നതല്ലേ, അവനെ കൊന്നു കഴിഞ്ഞാൽ ഞാനും മരിക്കുമെന്ന കാര്യം നിനക്കറിയാം, പക്ഷെ എന്തുകൊണ്ട് നീ അത് ചെയ്തില്ല എന്ന് ചോദിക്കുന്നു. അപ്പോഴേക്കും നമ്മുടെ സെലസ്റ്റിയൽ മേജിലുള്ള ഒഡിസു പറയും, ഞാൻ ഇതുപോലുള്ള ചീപ്പായിട്ടുള്ള പരിപാടിയൊന്നും ചെയ്യാൻ നിൽക്കാറില്ല, നേർക്ക് നേരെ ഫൈറ്റ് ചെയ്യണം, ഹീറോ എന്ന് പറഞ്ഞിട്ടുള്ള ബീസ്റ്റിനെ പിടിക്കലല്ല എന്റെ പ്രധാന ഉദ്ദേശം, നീയുമായിട്ട് ഫൈറ്റ് ചെയ്യണം, അതാണ് എനിക്ക് വേണ്ടത്. അങ്ങനെ അതിനുശേഷം ഇവിടെ യൂണിവേഴ്സ് 7 ആണ് കാണിക്കുന്നത്. ഇവിടെ നമ്മുടെ വെജീറ്റ വേഴ്സസ് കൂളർ എന്ന ഫൈറ്റിന്റെ അവസാനത്തിലേക്ക് പോവുകയാണ്. ഇവർ അവസാനമായി തങ്ങളുടെ സ്പെഷ്യൽ മൂവ് ആയിട്ടുള്ള വെജീറ്റയുടെ ഫൈനൽ ഫ്ലാഷും അതുപോലെ കൂളറിന്റെ ഗാലിക്കൽ ഡിവൈസ് സ്റ്റേഷൻ ഉപയോഗിച്ച് രണ്ടുപേരും തമ്മിൽ അവിടെ ഒരു ക്ലാഷ് ഉണ്ടാകുന്നു. അങ്ങനെ ഈ സമയം നമ്മുടെ വെജീറ്റ പറയാൻ തുടങ്ങും, പണ്ട് തൊട്ടേ നിങ്ങളുടെ കീഴിലാണ് ഞങ്ങൾ ഉണ്ടായിരുന്നത്, കൂടാതെ നിങ്ങൾ ഒരു അടിമയെ പോലെയാണ് ഞങ്ങളെ കാണുകയും ചെയ്തത്, നിങ്ങളെ പോലെ പ്രധാനമായും ഫ്രീസിയെ പോലെയുള്ള ശക്തനാകാൻ വേണ്ടിയാണ് ഞാൻ ആഗ്രഹിച്ചിരുന്നത്, അതിനുവേണ്ടി ഞാൻ ഒരുപാടധികം ട്രെയിനിങ് ചെയ്യുകയും ചെയ്തിരുന്നു, പക്ഷെ അവസാനം എന്തൊക്കെ ട്രെയിനിങ് ചെയ്താലും അവസാനം എന്റെ ഈക്വൽ ആയിട്ട് ഇപ്പോൾ നീ വന്നു കൂളർ. അങ്ങനെ ഇതിനുശേഷം കൂളറും പറയാൻ തുടങ്ങും, ഞാൻ ഇവിടെ വരുന്ന സമയത്ത് തന്നെ ഫ്രീസ എന്നോട് പറഞ്ഞിരുന്നു സെയ്യൻസിനെ കുറിച്ച്, സെയ്യൻസ് ഇപ്പോൾ ഓവർ പവർഡ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ആണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിലും എനിക്ക് ഇപ്പോഴാണ് അത് മനസ്സിലായത് എന്ന് പറയുന്നു. അങ്ങനെ ഇത് കേട്ട് പിന്നെയും വെജീറ്റ പറയും, നിങ്ങളുടെ വംശത്തിലുള്ള ആരെയും എനിക്ക് ഇഷ്ടമല്ല, കാരണം നിങ്ങൾ അത്രയധികം മോശപ്പെട്ട കാര്യങ്ങളാണ് ഇവിടെ ചെയ്തു വെച്ചിട്ടുള്ളത്, നിങ്ങൾ എത്ര തന്നെ ശക്തരാണെങ്കിലും നേരായ വഴിയിലൂടെ അല്ലാതെ എല്ലാവരെയും ചതിച്ചാണ് ഇങ്ങനെ ഓരോന്ന് നേടിയെടുത്തത്, എന്നാൽ നീ അതിൽ നിന്നും വ്യത്യസ്തനായിട്ടുള്ള ഒരാളാണ് കൂളർ എന്ന് നമ്മുടെ വെജീറ്റ കൂളറിനോടും പറയുന്നുണ്ട്. സത്യം പറയുമ്പോൾ ഈ ഒരു കൂളറിനെ ഇപ്പോൾ കാണുന്ന സമയത്ത് ചെറുതായിട്ടൊരു വില്ലൻ ആണെന്ന് നമുക്ക് തോന്നുന്നില്ല, കാരണം പുള്ളിക്കാരന്റെ ബാക്ക് സ്റ്റോറി കുറച്ചധികം ഒരു ഫീല് തോന്നുന്നുണ്ട്. അങ്ങനെ ഇവരുടെ ആ ഒരു സ്പെഷ്യൽ മൂവിന്റെ ക്ലാഷിൽ വലിയൊരു പൊട്ടിത്തെറി അവിടെ ഉണ്ടാകുന്നു. അവിടെ ഉണ്ടായ പ്ലാനറ്റ്സും ഒക്കെ ചിന്നി ചിതറി എല്ലാം തന്നെ നശിച്ചുപോയി. ഇനി അതിനുശേഷം 75 വർഷങ്ങൾക്ക് മുൻപുള്ള ഒരു സംഭവമാണ് കാണിക്കുന്നത്. ഇവിടെ ഫസ്റ്റ് തന്നെ നമ്മുടെ ജനോയുടെ പാലസ് ആണ് കാണിക്കുന്നത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അന്നുണ്ടായ ഗോഡ് ഓഫ് ഡിസ്ട്രക്ഷനും ഏഞ്ചലും സുപ്രീം ഗൈസും എല്ലാവരും തന്നെ ഇവിടെ എത്തിയിട്ടുണ്ടാകും.
ഉണ്ടാകും. അതുപോലെ തന്നെ ആ സമയത്ത് യൂണിവേഴ്സ് 7ന്റെ ഗോഡ് ഓഫ് ഡിസ്ട്രക്ഷൻ ആയിട്ടുള്ള ടാരോണും അതുപോലെ തന്നെ നമ്മുടെ കുട്ടി ബിയറസും അവിടെ ഉണ്ടാകും. അങ്ങനെ നമ്മുടെ ടാരോൺ പറയാൻ തുടങ്ങും, എന്റെ ഈ ഒരു പദവിയിലേക്ക് അടുത്തതായി ഞാൻ തിരഞ്ഞെടുക്കുന്നത് ബിയറസിനെയാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോഴേക്കും ഈ സമയം യൂണിവേഴ്സ് 6ന്റെ ഗോഡ് ഓഫ് ഡിസ്ട്രക്ഷൻ പറയും, ഈ ഒരു ചെറിയ പയ്യനെയാണോ നീ അടുത്തതായിട്ട് ഗോഡ് ഓഫ് ഡിസ്ട്രക്ഷൻ ആകാൻ തിരഞ്ഞെടുക്കുന്നത്? എനിക്ക് തോന്നുന്നില്ല ഇവനൊരു ഗോഡ് ഓഫ് ഡിസ്ട്രക്ഷൻ പദവിയിൽ അംഗീകരിക്കാനുള്ള ഒരാളാണെന്ന്. ഇവൻ എന്തായാലും ഒരു ഫെയിലിയർ ആയിട്ടുള്ള ഗോഡായിട്ട് മാറാനേ ചാൻസ് ഉള്ളൂ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആ ഒരു യൂണിവേഴ്സ് 6ന്റെ ഗോഡ് പറയാൻ തുടങ്ങുന്നു. അങ്ങനെ ഇവർ തമ്മിലൊരു വാക്കുതർക്കം ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ ഗ്രാൻഡ് പ്രീസ്റ്റ് പറയുന്നത്, നിങ്ങൾ എവിടെയാണ് ഉള്ളത് എന്ന് ബോധം വേണമെന്ന് പറയുന്നു. ജെനോ ആറ്റെങ്കിൽ നിങ്ങൾ ഇത് പറയുന്നത് കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കാര്യത്തിൽ ഒരു തീരുമാനമാകുമെന്ന് പറയുന്നു. അപ്പോഴേക്ക് ജെനോ പറയും, എന്താണ് അവിടെ ഒരു ഒച്ചപ്പാട് കേൾക്കുന്നത്? ഞാൻ നിങ്ങളെ രണ്ടുപേരും ഇറേസ് ചെയ്യട്ടെ എന്ന് പറയുന്നു. അപ്പോഴേക്കും പെട്ടെന്ന് തന്നെ അവിടെ ഗ്രാൻഡ് പ്രീസ്റ്റ് വന്ന് ജെനോയോട് പറയും, അവർക്ക് ഒരു ചാൻസ് കൂടി നമുക്ക് കൊടുക്കാം, കാരണം അവർ ഇപ്പോൾ അവരുടെ ജോലി നല്ല രീതിയിലാണ് ചെയ്യുന്നത്. എന്തൊക്കെ പറഞ്ഞാലും അവരൊരു ഗോഡല്ലേ തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ആ ഒരു മീറ്റിംഗ് അവസാനിപ്പിക്കുന്നു. അതായത് ശരിക്കും എന്തിനാണ് ഈ ഒരു മീറ്റിംഗ് നടത്തിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂണിവേഴ്സ് 7ന്റെ അടുത്ത ഗോഡ് ഓഫ് ഡിസ്ട്രക്ഷൻ ആയിട്ട് തിരഞ്ഞെടുക്കുന്നത് നമ്മുടെ ബിയറസ് ആണ്. അപ്പോൾ ഈ ഒരു കാര്യം നമ്മുടെ ജെനോയൊക്കെ അറിയിക്കണമെങ്കിൽ ചെറിയൊരു മീറ്റിംഗ് നടത്തും. ആ ഒരു മീറ്റിംഗ് ആണ് ഇവിടെ നടത്തിയത്. അതായത് നമ്മുടെ യൂണിവേഴ്സ് 6ന്റെ ഗോഡായിട്ട് നമ്മുടെ ഗോകുവിനെ തിരഞ്ഞെടുക്കുന്ന സമയത്ത് അവിടെ എല്ലാ ഗോഡ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടില്ലേ, അതുപോലെ തന്നെ അങ്ങനെ അതിനുശേഷം യൂണിവേഴ്സ് 6 ആണ് കാണിക്കുന്നത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു യൂണിവേഴ്സ് 6ന്റെ ഗോഡിന്റെ ആ ഒരു പ്ലാനറ്റും കാണിക്കുന്നു. അങ്ങനെ നമ്മുടെ യൂണിവേഴ്സ് 6ന്റെ ഗോഡിനെ നോക്കിക്കഴിഞ്ഞാൽ നല്ല ദേഷ്യത്തിലാണ് ഉള്ളത്. അവിടെയുള്ള പ്ലാനറ്റ് ഒക്കെ ഡിസ്ട്രോയ് ചെയ്യാൻ തുടങ്ങും. അപ്പോഴേക്കും ആ ഒരു സമയത്തുണ്ടായ സുപ്രീം കായി ചോദിക്കും, എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ ദേഷ്യപ്പെട്ടിരിക്കുന്നത്? അപ്പോഴേക്കും ആ ഒരു ഗോഡ് പറയും, യൂണിവേഴ്സ് 7ന്റെ ഗോഡായിട്ടുള്ള ആ ഒരു ടെറർ അവരാണ് എപ്പോഴും മുൻപിൽ നിൽക്കുന്നത്. നമ്മളൊക്കെ എന്ത് ചെയ്താലും അവസാനം അവനാണ് നല്ല ക്രെഡിറ്റും കിട്ടുന്നത്. അപ്പോഴേക്കും നമ്മുടെ വാഡോസ് പറയും, 25 മില്യൺ വർഷമായി നിങ്ങൾ ഇങ്ങനെ പകവെച്ച് നിൽക്കുകയാണോ? ഇതൊന്നും നിങ്ങൾക്ക് അവസാനിപ്പിക്കാനായില്ലേ തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയുന്നു. അതായത് നമ്മുടെ യൂണിവേഴ്സ് 6ന്റെ ഗോഡ് ഓഫ് ഡിസ്ട്രക്ഷനെ യൂണിവേഴ്സ് 7ന്റെ ഗോഡ് ഓഫ് ഡിസ്ട്രക്ഷനെ ഇഷ്ടമല്ല. അതായത് നമ്മുടെ ക്ലാസ്സിൽ 2 പഠിപ്പികൾ ഉണ്ടായുള്ള അവസ്ഥ എന്താണെന്ന് നിങ്ങൾക്കറിയില്ലേ, അതുപോലെ തന്നെ അങ്ങനെ നമ്മുടെ യൂണിവേഴ്സ് 6ന്റെ ഗോഡ് പറയും, ഇനി ഒരു വലിയ മാറ്റം നമ്മൾ കൊണ്ടുവരണം. യൂണിവേഴ്സ് 6നെ എല്ലാവരും എങ്ങനെ പ്രശംസിച്ചോ അതുപോലെ തന്നെ എല്ലാവരും ചിരിക്കുന്ന രീതിയിലാക്കണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ സുപ്രീം കൈനോട് പറയുന്നു. അപ്പോൾ തന്നെ നമ്മുടെ സുപ്രീം കൈ പറയും, ഇതൊക്കെ തെറ്റാണ്, ജെനോ മാത്രം ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കും തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയുന്നു. അപ്പോഴേക്കും ആ ഒരു ഗോഡ് പറയും, ഞാൻ ഡയറക്റ്റ് ആയിട്ടല്ല അവരെ അറ്റാക്ക് ചെയ്യുന്നു, ഇൻഡയറക്റ്റ് ആയി ആണ്. ഈ ഒരു യൂണിവേഴ്സിൽ ചില ഈവിൾ എലമെന്റ് ആയിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്, അത് നമ്മൾ പതിയെ യൂണിവേഴ്സ് 7ലേക്ക് ഇടണം, പിന്നെ ബാക്കിയുള്ളതൊക്കെ അവർ നോക്കിക്കോളും എന്നും പറയുന്നു. അപ്പോൾ പിന്നെയും നമ്മുടെ സുപ്രീം കൈ പറയും, ഇത് കേൾക്കാൻ നല്ല രസമുണ്ട്, പക്ഷെ ഇത് ചെയ്യുന്ന സമയത്ത് മറ്റുള്ള ഗോഡ്സ് ഒക്കെ ഇത് അറിയാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ് എന്ന് പറയുന്നു. അപ്പോഴാണ് നമ്മുടെ ഗോഡ് പറയുന്നത്, നമ്മുടെ ഗ്രാൻഡ് പ്രീസ്റ്റ് പോലും അറിയാത്ത ഈ ഒരു യൂണിവേഴ്സിൽ പല സ്ഥലങ്ങളും ഉണ്ട്. അങ്ങനെ നമ്മുടെ സുപ്രീം കൈ ഞെട്ടിക്കൊണ്ട് പറയും, നിങ്ങൾ അത് ചെയ്യാൻ പോവുകയാണോ തുടങ്ങിയ കാര്യങ്ങൾ മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ. അങ്ങനെ അതിനുശേഷം യൂണിവേഴ്സ് 7 ആണ് കാണിക്കുന്നത്. ഇവിടെ ആ സമയത്ത് നമ്മുടെ ഗോഡ് ഓഫ് ഡിസ്ട്രക്ഷൻ ആയിട്ടുള്ള ടാരോൺ നമ്മുടെ ബിയറസിനെ ട്രെയിനിങ് ചെയ്യിപ്പിക്കുകയാണ്. ഇവിടെ നമ്മുടെ ടാരോൺ ബിയറസിന് പല കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുന്നുമുണ്ട്. അങ്ങനെ നമ്മുടെ ടാരോൺ ബിയറസിനോട് ചോദിക്കും, ഇന്നുണ്ടായ മീറ്റിംഗ് ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു? അപ്പോഴേക്കും അവൻ പറയും, ആ ഒരു യൂണിവേഴ്സ് 6ലെ ഗോഡിനെ എനിക്ക് തീരെ ഇഷ്ടമായില്ല, അവർ എന്നെ നല്ല രീതിയിൽ വില കുറച്ചാണ് കണ്ടിട്ടുള്ളത്, ഞാനും യൂണിവേഴ്സ് 7ലെ ശക്തനായിട്ടുള്ള ഒരാളാണ് എന്ന് നമ്മുടെ ബിയറസ് പറയുന്നു. അപ്പോൾ തന്നെ നമ്മുടെ ടാരോൺ പറയുന്നുണ്ട്, നീ ശക്തനായിട്ടുള്ള ഒരാൾ തന്നെയാണ്, ഞാൻ സമ്മതിച്ചു, എന്നാൽ നീ എന്നെ വെച്ച് നോക്കുമ്പോൾ അത്രയധികം ശക്തനായിട്ടുള്ള ഒരാളല്ല. അപ്പോൾ നീ എങ്ങനെയാണ് മറ്റൊരു ഗോഡുമായിട്ട് പിടിച്ചു നിൽക്കുന്നത്? നീ നിന്റെ മനസ്സും ശരീരവും ബാലൻസ് ചെയ്തു വെക്ക്, എന്നാൽ മാത്രമേ നിനക്കൊരു നല്ല ഗോഡ് ഓഫ് ഡിസ്ട്രക്ഷൻ ആകാൻ സാധിക്കുകയുള്ളൂ എന്നും പറയുന്നു. നീ ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് നെഗറ്റീവായി ചിന്തിച്ചു ഇങ്ങനെ ഹക്കായി പവേഴ്സ് യൂസ് ചെയ്യുന്നത് കൊണ്ട് ഒരു കാര്യവുമില്ല. അതുപോലെ തന്നെ നമ്മുടെ ടാരോൺ എനർജി ഓഫ് ഡിസ്ട്രക്ഷൻ എങ്ങനെയാണ്, അത് എങ്ങനെയാണ് കൺട്രോൾ ചെയ്യേണ്ടത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ബിയറസിനും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്നാൽ ബിയറസ് ആണെങ്കിൽ അതൊന്നും വലിയ കാര്യമായിട്ട് എടുക്കുന്നുമില്ല. കൂടാതെ നമ്മുടെ ടാരോൺ പിന്നെയും എടുത്തു പറയുന്നുണ്ട്, ഗോഡ് ഓഫ് ഡിസ്ട്രക്ഷൻ എന്ന് പറയുന്നത് വെറും മറ്റുള്ള പ്ലാനറ്റ്സ് ഡിസ്ട്രോയ് ചെയ്യുന്നത് മാത്രമല്ല, യൂണിവേഴ്സിന് ഒരു സെപ്പറേറ്റ് ആയിട്ട് ഒരു ബാലൻസ് ഉണ്ടാക്കണം. അതായത് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഒന്ന് നശിച്ചു കഴിഞ്ഞാൽ മാത്രമേ മറ്റൊന്ന് ക്രിയേറ്റ് ആവുകയുള്ളൂ, ഇതൊരു ചെയിന് പോലെ തുടർന്നുകൊണ്ടേയിരിക്കും. അങ്ങനെ ഇതൊക്കെ കേട്ട് നമ്മുടെ ബിയറസ് പറയും, ഇന്നത്തെ ട്രെയിനിങ് മതി, എനിക്കിപ്പോൾ എന്റെ വീട്ടിൽ പോകണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മുടെ വിസ് ആണെങ്കിൽ ബിയറസിന്റെ ഹോം പ്ലാനറ്റിലേക്ക് കൊണ്ടാക്കുന്നു. അങ്ങനെ ഇവർ പോകുന്ന വഴി നമ്മുടെ വിസ് ബിയറസിനോട് ചോദിക്കും, നീ എന്തിനാണ് ഇങ്ങനെ ദേഷ്യപ്പെട്ടിരിക്കുന്നത്? അപ്പോഴാണ് ബിയറസ് പറയുന്നത്, എന്നെ ഇങ്ങനെ വില കുറച്ച് കാണുന്നത് എനിക്ക് തീരെ ഇഷ്ടമല്ല. ആ ഒരു യൂണിവേഴ്സ് 6ന്റെ ഗോഡ് ഓഫ് ഡിസ്ട്രക്ഷൻ പറഞ്ഞത് ഓക്കെ, അത് കുഴപ്പമില്ല എന്ന് വെക്കാം, എന്നാൽ മാസ്റ്റർ ആയിട്ടുള്ള ടാരോൺ എന്നെ ശക്തനല്ല എന്ന രീതിയിൽ കാണുന്നത് എനിക്ക് തീരെ ഇഷ്ടമാവുന്നില്ല എന്നും പറയുന്നു. അങ്ങനെ ഈ സമയത്താണ് വിസ് പല കാര്യങ്ങളും അവന് പറഞ്ഞു കൊടുക്കുന്നത്. അതായത് ഇപ്പോൾ കാണുന്ന നമ്മുടെ യൂണിവേഴ്സ് 6ന്റെ ഗോഡും അതുപോലെ യൂണിവേഴ്സ് 7ന്റെ ഗോഡും പണ്ട് റൈവൽസ് ആണ്, അതായത് ശത്രുക്കളാണ്. ഇപ്പോൾ നമ്മുടെ ചാമ്പയും ബിയറസ് എങ്ങനെയാണോ അതുപോലെ തന്നെ. അങ്ങനെ ഇവരെ രണ്ടുപേരെയും നോക്കിക്കഴിഞ്ഞാൽ ടാരോൺ ആണ് കുറച്ചുകൂടി ശക്തനായിട്ടുള്ളത്, അതുകൊണ്ട് ഇവനെ യൂണിവേഴ്സ് 7ന്റെ ഗോഡാക്കി മാറ്റി. അങ്ങനെ അതിനുശേഷം യൂണിവേഴ്സ് 6ന്റെ ഗോഡായി നമ്മുടെ ഗാറോങ്കയും മാറ്റി.
എത്തി. അതായത് ഇപ്പോഴുള്ള യൂണിവേഴ്സ് 6ന്റെ ഗോഡ്. രണ്ടുപേരും ഇപ്പോൾ ഗോഡ്സ് ആണെങ്കിലും അവർക്കിടയിലെ ശത്രുത ഇപ്പോഴും ഉണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ വിസ് നമ്മുടെ ബീറസിനോട് പറഞ്ഞു കൊടുക്കുന്നു. അങ്ങനെ ഇതൊക്കെ പറഞ്ഞ് അവസാനം നമ്മുടെ ബീറസിന്റെ പ്ലാനറ്റിൽ എത്തുന്നു. അതായത് ഈ ഒരു ബീറസിന്റെ വംശത്തിലുള്ള ആൾക്കാരൊക്കെ അത്യാവശ്യം പവർഫുൾ ആയിട്ടുള്ള ആൾക്കാരാണ്. അങ്ങനെ ബീറസ് പറന്നു പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്നൊരു പൊട്ടിത്തെറി അവിടെ കാണുന്നത്. അപ്പോൾ ഇതൊക്കെ ആരെ പണിയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ചാമ്പയാണ് ഇതൊക്കെ ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ ചാമ്പ പറയാൻ തുടങ്ങും, നീ ഗോഡ്സിന്റെ കൂടെ ട്രെയിനിങ് എടുക്കാൻ പോയില്ലേ, അപ്പോൾ പിന്നെ എനിക്കും ട്രെയിനിങ് ചെയ്യേണ്ടത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയുന്നു. അപ്പോഴേക്കും നമ്മുടെ ബീറസ് പറയും, ഞാൻ കോഡ് ഓഫ് ഡിസ്ട്രക്ഷന്റെ കൂടെ ട്രെയിനിങ് ചെയ്യുന്നത് കൊണ്ട് നിനക്ക് അസൂയല്ലേടാന്നൊക്കെ നമ്മുടെ ചാമ്പയോട് ബീറസ് പറയുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ചാമ്പ പറയും, അതല്ല, ഞാൻ ഇവിടെ ഉണ്ടായിട്ടും എന്തുകൊണ്ട് മാസ്റ്റർ ടാരോൺ നിന്നെ തിരഞ്ഞെടുത്തു തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയുന്നു. അപ്പോഴാണ് നമ്മുടെ ബീറസ് പറയുന്നത്, മാസ്റ്റർ ടാരോൺ ഇവിടെ വരുന്ന സമയത്ത് നീ ഇവിടെ ഉണ്ടായിട്ടില്ല, നീ എവിടെയോ ആ സമയം ഫുഡ് കഴിക്കാനൊക്കെ പോയിരുന്നു, ഇവിടെ ആകെ ഞാൻ മാത്രമാണ് ഉണ്ടായത്, അതുകൊണ്ടാണ് എന്നെ തിരഞ്ഞെടുത്തത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയുന്നു. അങ്ങനെ അവർ തമ്മിൽ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് അവിടെ വലിയൊരു പോർട്ടൽ ഓപ്പൺ ആവുന്നത്. ആ ഒരു പോർട്ടലിൽ നിന്നും എന്തോ ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു സംഭവം പുറത്തേക്ക് വരുന്നതും അവർ സെൻസ് ചെയ്യുന്നു. അങ്ങനെ ബീറസ് ഇതെന്താണ് സംഭവം എന്നും നോക്കാൻ വേണ്ടി അവിടേക്ക് പോകുന്ന സമയത്ത് ചാമ്പയും ബീറസിനെ ഫോളോ ചെയ്ത് പോകുന്നുണ്ട്. അങ്ങനെ അവിടെ എത്തി നോക്കുമ്പോഴായിരിക്കും ഒരു വലിയൊരു ബീസ്റ്റ് അവിടെ എത്തി അവിടെ ഉണ്ടായ സ്ഥലങ്ങളൊക്കെ ഡിസ്ട്രോയ് ചെയ്യാൻ വേണ്ടി തുടങ്ങും. അങ്ങനെ ആ ഒരു ബീസ്റ്റിനെ എതിർത്ത് നമ്മുടെ ചാമ്പയും ബീറസും കൂടി ഫൈറ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങും. ചാമ്പ നല്ല രീതിയിൽ അടി വാങ്ങുന്നുണ്ടെങ്കിലും നമ്മുടെ ബീറസ് ആണെങ്കിൽ ടാരോണിന്റെ കൂടെ ട്രെയിനിങ് ഒക്കെ ചെയ്തത് കൊണ്ട് നല്ല അടിപൊളിയായിട്ടാണ് ഫൈറ്റ് ചെയ്യുന്നത്. നമ്മുടെ ചാമ്പ ബീറസിന്റെ മൂവ് കണ്ട് ഇവ ഇത്ര വേഗം ഇംപ്രൂവ് ആയ തുടങ്ങിയ കാര്യങ്ങളൊക്കെ കണ്ട് ഷോക്ക് ആകുന്നു. അങ്ങനെ ഇവർ രണ്ടുപേരും ഒരു ടീമപ്പായ രീതിയിലാണ് ഫൈറ്റ് ചെയ്യുന്നത്. അപ്പോഴേക്കും നമ്മുടെ ചാമ്പ പറയും, പെട്ടെന്നൊരു പോർട്ടൽ ക്രിയേറ്റ് ആയി അതിൽ നിന്ന് ഇങ്ങനെ ഒരു ബീസ്റ്റും വന്ന് നിന്നെ മാത്രം ടാർഗറ്റ് ചെയ്ത് ഫൈറ്റ് ചെയ്യുന്നത് പോലെ ഉണ്ടല്ലോ ബീറസ്. അപ്പോഴേക്കും നമ്മുടെ ബീറസ് പറയും, എനിക്കും അറിയില്ല, ഇവൻ ഫൈറ്റ് ചെയ്തത് വെച്ച് നോക്കുമ്പോൾ എന്നെ മാത്രം ടാർഗറ്റ് ചെയ്ത് ഫൈറ്റ് ചെയ്യുന്നത് പോലെ ഉണ്ട്. അങ്ങനെ ഇവർ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ആ പ്ലാനറ്റിലുള്ള മറ്റു ഫൈറ്റേഴ്സും ഇവിടെ എത്തുന്നു. അങ്ങനെ അവർ എത്തിയ ഉടൻ തന്നെ പറയാൻ തുടങ്ങും, ബീറസ്, ചാമ്പ, നിങ്ങൾ ഇവിടെ നിന്ന് പോയിക്കോ, ഇവന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം എന്ന് പറയുമ്പോഴേക്കും ആ ഒരു ബീസ്റ്റ് ഒരൊറ്റ അറ്റാക്കിൽ തന്നെ ഇവരുടെ കാര്യത്തിലും ഒരു തീരുമാനമാക്കുന്നു. അപ്പോഴേക്ക് ചാമ്പ പറയും, ഇതെന്തോ അത്ര ശരിയായിട്ട് വരുന്നത് പോലെ തോന്നുന്നില്ല എന്നും പറയുന്നു. അപ്പോഴാണ് ആ ഒരു ബീസ്റ്റ് ബീറസിന്റെ നേരെ വലിയൊരു ബ്ലാസ്റ്റ് അയക്കുന്നത്. അങ്ങനെ ബീറസ് ആ ഒരു ബ്ലാസ്റ്റ് പിടിച്ചു നിർത്തി അത് വിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ഒരു പ്ലാനറ്റ് തന്നെ നശിക്കാൻ ചാൻസ് ഉണ്ട്, അത്രയധികം വലിയ ബ്ലാസ്റ്റ് ആണത്. അപ്പോൾ തന്നെ ബീറസിന് വേറെ വഴിയില്ലാതെ തന്റെ ഹക്കായി പവേഴ്സ് എടുത്ത് ആ ഒരു ബ്ലാസ്റ്റ് അവിടെ ഇല്ലാതാക്കുന്നു. അപ്പോഴേക്കും നമ്മുടെ ബീറസിനെ എടുത്തു നോക്കിയാൽ വീക്ക് ആയിട്ടാണ് ഉണ്ടാവുക. അങ്ങനെ ഇത് മുതലെടുത്ത് ആ ഒരു ബീസ്റ്റ് പിന്നെയും നേരത്തെ ക്രിയേറ്റ് ചെയ്തതുപോലെ വലിയൊരു ബ്ലാസ്റ്റ് എടുത്ത് നമ്മുടെ ബീറസിന് നേരെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വരുന്നു. അപ്പോൾ തന്നെ ആ ഒരു ബ്ലാസ്റ്റിൽ നിന്നും ബീറസിനെ നമ്മുടെ ടാരോൺ രക്ഷപ്പെടുത്തുന്നു. അങ്ങനെ ബീറസ് നോക്കുന്ന സമയത്ത് അതാ നമ്മുടെ വിസും അതുപോലെ തന്നെ സുപ്രീം കായും ടാരോണും എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ടാകും. അപ്പോൾ ഈ ഒരു പാർട്ടും ഇത്ര മാത്രമേ ഉള്ളൂ. അടുത്തൊരു പാർട്ടുമായി നമുക്ക് പിന്നെ വരാം.